മുഖം നോക്കാതെ നടപടിയെടുക്കാൻ കഴിയുന്ന നല്ല രാഷ്ട്രീയ നേതാക്കളുടെ കയ്യിലാണ് നമ്മുടെ ഇനിയുള്ള നാടിൻ്റെ ഭാവി. ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും ആ പാർട്ടിയിലുള്ള ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ വിമർശിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനും പാർട്ടി നേതൃത്വത്തിന് കഴിയണം. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ആ പാർട്ടിയോടും ആ നേതാക്കളോടും ഒരു ബഹുമാനമുണ്ടാകുകയുള്ളൂ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സ്പായിൽ ജോലിക്കെത്തിയ ഒരു യുവതിക്ക് അവിടെ നിന്ന് അതിക്രമം നേരിടുകയും ആ യുവതി ഉടനെ തന്നെ ഫോണിൽ വിളിച്ച് മേയറോട് കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. മേയർ ഉദ്യോഗസ്ഥരെ ഏർപ്പാടാക്കുകയും അവർ നടത്തിയ പരിശോധനയിൽ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിൻ്റെ പേരിൽ ആ സ്പാ പൂട്ടുകയും ചെയ്തു. അപ്പോൾ ആ സ്പാ പ്രവർത്തിച്ചിരുന്നത് ഒരു BJP നേതാവിൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ലൈസൻസിലായിരുന്നു ആ സ്പാ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ മുഖം നോക്കാതെ നടപടിയെടുത്തു. അദ്ദേഹം ഒരു ഹീറോയാണ്. അപ്പോൾ പലതരത്തിലും ആൾക്കാരെ ഇതിനെ നന്നായിട്ട് പുകഴ്ത്തുന്നുമുണ്ട്, ഒരു സൈഡിൽ ആൾക്കാർ വിമർശിക്കുന്നുമുണ്ട്. അപ്പം കുറച്ച് ആൾക്കാർ ചോദിക്കുന്നത് എന്തിനാണ് VV രാജേഷിനെ അങ്ങനെ വെള്ള പൂശുന്നതെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ജനപ്രതിനിധിയുടെ കടമ അവരെ പാർട്ടിയിലുള്ള ജനങ്ങളെ മാത്രം സംരക്ഷിക്കുക, അവർക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളതല്ല. നമ്മൾ പൊതുജനങ്ങൾ എല്ലാ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് വേണ്ടിയുള്ള കടമകൾ നിർവഹിക്കുവാനുള്ള ഉത്തരവാദിത്വം ഒരു ജനപ്രതിനിധിക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ മേയർ പൂർണ്ണമായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇനിയും ചെയ്യും. അദ്ദേഹം ഇപ്പോൾ മേയറായിട്ട് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ജനങ്ങളെല്ലാം തന്നെ വളരെ സന്തോഷത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇനിയും നല്ലൊരു ജനപ്രതിനിധിയായി മുഖം നോക്കാതെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇനിയും ഇതുപോലെയുള്ള മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാക്കൾ മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.